കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലേക്കുള്ള റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷയുടെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ജൂൺ 26-നാണ് പരീക്ഷ. ഇതിൽ ഏറ്റവും സന്തോഷകരമായ വാർത്ത ഏകദേശം 25,000-ഓളം പേര് മാത്രമാണ് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇനി കൺഫർമേഷൻ കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും അതിനകത്തുനിന്നും പിന്നെ ആൾക്കാർ കുറയും. അത്ര വലിയ മത്സരം നടക്കാത്ത ഒരു പരീക്ഷയായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 30 മാർക്കിന് അടുപ്പിച്ച് മാത്രമാണ് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യവും അതുപോലൊരു പരീക്ഷ തന്നെയാണ്. സിലബസിൽ വന്നിരിക്കുന്ന സുപ്രധാനമായ മാറ്റം എന്ന് പറയുമ്പോൾ GK അടക്കമുള്ള ഭാഗങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഭാഗമാണ് അല്ലേ. അതേസമയം നമുക്ക് സബ്ജക്റ്റുകൾ കുറച്ചധികം ആഡ് ആയിട്ടുണ്ട്. ഏകദേശം നേരത്തെ ഉണ്ടായിരുന്ന സിലബസിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഒരു 60% എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പരീക്ഷയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വ്യത്യസ്തമായിട്ടുള്ള 4 ഏരിയയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ മറ്റുള്ള സബ്ജക്റ്റുകൾ പലപ്പോഴും നമുക്ക് അപരിചിതമായിരിക്കുകയും ചെയ്യും. എന്തായാലും നിങ്ങൾ സിലബസ് കണ്ട് ഞെട്ടൊന്നും വേണ്ട. കാര്യക്ഷമമായിട്ട് നമ്മൾ കൃത്യമായിട്ട് ആ സിലബസ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഉള്ള പഠനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ഉറപ്പായിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റും. കാര്യം നമുക്കറിയാം, കട്ട് ഓഫ് ഒക്കെ വളരെ കുറഞ്ഞു വരുന്നൊരു പരീക്ഷയാണ്. മാത്രമല്ല പോസ്റ്റിൻ്റെ ഡിഗ്നിറ്റിയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എന്തായാലും പഠനം തുടങ്ങാത്തവർക്കും അതോടൊപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ആരും നിരാശപ്പെടേണ്ട കാര്യമല്ല. നമുക്ക് പഠനം വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ റിസർച്ച് അസിസ്റ്റന്റുമായിട്ട് ബന്ധപ്പെട്ട ക്രാഷ് കോഴ്സ് ഈ വ്യാഴാഴ്ച തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ക്രാഷ് കോഴ്സിന്റെ എല്ലാ വിശദാംശങ്ങളും, എസ്പെഷ്യലി സഹകാരിയുടെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റഡി സ്ട്രാറ്റജി, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് നേരിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും ജില്ലയും 6 എന്ന കോഡും കൂടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതിയാകും.